ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ പരിഹാര വിഷയങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കത് എടുക്കാം. അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് അത് തന്നെയാണ് വരുന്നത്. അതിനിടയ്ക്ക് എന്നോട് ചോദിച്ച ഒരു സംശയം വളരെ റെലവൻ്റ് ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇത് മുന്നേ ചെയ്യേണ്ട വീഡിയോ ആണ്. മറ്റു പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ ഈ വിഷയം പലപ്പോഴായി പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നില്ല. ഭാവകാരകത്വമാണ് വിഷയം. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാർ അഞ്ചാം ഭാവത്തിൻ്റെ കാരകൻ ഇന്ന ഗ്രഹമാണെന്ന് പറയുന്നുണ്ട്, ലഗ്നത്തിൻ്റെ കാരകൻ ഇന്ന ഗ്രഹമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിനെ മൊത്തത്തിലേക്കൊരു വീഡിയോ ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അതങ്ങ് ചെയ്യാം. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ലഗ്നം തുടങ്ങി നമുക്ക് 12 ഭാവങ്ങളാണല്ലോ ഉള്ളത്. ഈ 12 ഭാവങ്ങൾക്ക് 9 ഗ്രഹങ്ങളിൽ പലരും, പ്രത്യേകിച്ച് പഞ്ചതാരാ ഗ്രഹങ്ങൾ കാരകന്മാരാവും. രാഹുകേതുക്കളില്ല, ബാക്കിയുള്ള ഗ്രഹങ്ങൾ കാരകന്മാരാവും. കാരക ഗ്രഹത്തിൻ്റെ സ്വഭാവം, ഒരു ഗ്രഹം ഇപ്പം ഒരു ഭാവത്തിൻ്റെ സിഗ്നിഫിക്കേറ്റർ ആവണമെങ്കിൽ അല്ലെങ്കിൽ അതോറിറ്റി വരണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ആ ഭാവത്തിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഋഷിമാർ അത് സൂചിപ്പിക്കുന്നത്. ഇപ്പം 1-ാം ഭാവത്തിൻ്റെ കാരകനായിരിക്കുന്ന രവി ഏത് ഭാവാധിപനാണെങ്കിലും എന്താണെങ്കിലും 1-ാം ഭാവത്തിൻ്റെ കാരകൻ രവി തന്നെയാണ്. അപ്പോൾ ആ രവിക്ക് ബലക്ഷയം ഉണ്ടായാൽ, ലഗ്നത്തിന് പറഞ്ഞിട്ടുള്ള ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കിയ ഗ്രഹത്തിനും ആ ഭാവാധിപന് ബലമുണ്ടെങ്കിലും കാരകന്റെ ബലം നഷ്ടപ്പെട്ടാൽ ഒരു 35% ആ ലഗ്നത്തിന്റെ ബലം കുറയും. ഉദാഹരണത്തിന് മിഥുന ലഗ്നത്തിന് 3-ാം ഭാവാധിപനായിരിക്കുന്ന രവി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ രവിക്ക് ബലം കുറയുക ചെയ്യുന്നത്. കാരണം രവി നീചനാണ്. ഇവൻ ലഗ്നാധിപനായ ബുധനോടൊപ്പം 5-ാം ഭാവത്തിൽ നിപുണയോഗം ഭവിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു അതോറിറ്റി, ആ ലഗ്നത്തിൻ്റെ ആ അതോറിറ്റി ഉണ്ടല്ലോ, ആ ഒരു രവിയുടെ ആത്മബലം അത് കുറവായിരിക്കും. എന്നാൽ ലഗ്നാധിപനായ ബുധൻ ശുഭസ്ഥാനത്ത് നിൽക്കുകയും രവി 11-ൽ നിൽക്കുകയും ചെയ്താൽ, ഉച്ചനാവുകയും ചെയ്താൽ ആ സ്വഭാവ വ്യത്യാസം മാറും. ആത്മബലം കൂടും, അതോറിറ്റി അയാൾക്കുണ്ടാവും. ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാവത്തിനും. അപ്പോൾ ഏത് ഭാവം ചിന്തിച്ചാലും അതിൻ്റെ കാരകഗ്രഹത്തിൻ്റെ ബലം ഉറപ്പായിട്ടും നിങ്ങൾ നോക്കണം. കാരഗ്രഹത്തിൻ്റെ ബലം ഉണ്ടെങ്കിൽ ആ ഭാവത്തിൻ്റെ പുഷ്ടിക്ക് ഒരുപാട് സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം. 12 ഭാവങ്ങളിൽ 1-ാമത്തെ ഭാവമായിട്ടുള്ള ലഗ്നത്തിൻ്റെ കാരകൻ രവിയാണ്. അപ്പോൾ രവിയുടെ കാരകത്വത്തിൽ വരുന്ന ഈഗോ, അല്ലെങ്കിൽ ആത്മബലം, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ്, അതോറിറ്റി നേച്ചർ, പൊളിറ്റിക്കൽ നേച്ചർ, ഇതെല്ലാം രവിക്കുണ്ട്. ആ ഒരു തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു രീതി രവിക്കുണ്ട്. രവിക്ക് ബലം കൂടിയ ആൾക്കാർ എപ്പോഴും തല പൊക്കി പിടിച്ചായിരിക്കും നിൽക്കുന്നത്. അവർക്ക് അതുപോലെ ഈഗോയും ഉണ്ടാവും. വേറെ ആളുടെ മുന്നിൽ താഴ്ന്നു പോവില്ല. പക്ഷെ അത് മോശ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ജീവിതം വല്ലാണ്ട് ആ ഈഗോ കാരണം അവരുടെ ജീവിതം നശിക്കും. അപ്പോൾ രവി ബലം കൂടിയാലും ഇല്ലേലും ഈ ലഗ്നത്തിൻ്റെ കാരകൻ രവിയാണ്. രവിക്ക് ബലമുണ്ട് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ നിന്നാൽ ഈ പറഞ്ഞ പോലെ ലഗ്നത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു 30% സപ്പോർട്ടാവും. ബാക്കി ഭാവാധിപനും ലഗ്നത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 2-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനം, വാക്ക്, ഇതൊക്കെയല്ലേ 2-ാം ഭാവം. വിദ്യാഭ്യാസം, നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന കുടുംബം, ഇതൊക്കെ കുറേയൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വരേണ്ടതാണ്. നമ്മുടെ ദൈവാധീനം, നമ്മുടെ ഭാഗ്യം ഒക്കെയാണ് നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം സ്വന്തമായിട്ടുണ്ടാക്കുന്നത്, നമ്മുടെ അസറ്റ്സുകൾ, ഇതൊക്കെ 2-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ കാരകൻ വ്യാഴമാണ്. 3-ാം ഭാവം എന്താണ്? ധൈര്യവും വീര്യവും, നമ്മുടെ ദുർബുദ്ധിയും പരാക്രമവും സഹോദരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാരകൻ വരുന്നത് നമ്മുടെ ധൈര്യത്തിൻ്റെ, വീര്യത്തിൻ്റെ ഒക്കെ സ്വഭാവം ഉള്ളത് കുജനാണ്. കുജൻ ആ ഭാവത്തിലാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ കുജനാണ് 3-ാം ഭാവത്തിൻ്റെ കാരകൻ. ഞാൻ അതുകൊണ്ട് ആലോചിക്കണം, ഏത് ഗ്രഹമാണ് ഒരു ഭാവത്തിൻ്റെ കാരകനായി വരുന്നത്, ആ കാരഗ്രഹത്തിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ ആ ഭാവത്തിന് ഇൻബിൽറ്റായിട്ട് തന്നെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 4-ാം ഭാവത്തിൻ്റെ കാരകൻ ചന്ദ്രനും ബുധനുമാണ്. അമ്മയുടെ ഭാവമാണ്, കുടുംബഭാവമാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന നമ്മുടെ പ്രകടനങ്ങൾ, നമ്മുടെ തറവാട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകടനങ്ങൾ പലതും നമ്മുടെ
ബന്ധങ്ങൾ, ബന്ധമില്ലായ്മയിലെ പല ബന്ധങ്ങളും, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ പരദേവത, ഇതെല്ലാം 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ സുഖഭാവം, ഇതെല്ലാം 4-ാം ഭാവം. ഇതിൻ്റെ കാരകൻ ചന്ദ്രനും ബുധനുമാണേ. ശുക്രൻ 4-ാം ഭാവത്തിലെ വാഹനത്തെ ചിന്തിക്കുമ്പം ശുക്രനെയും കൂടി ചിന്തിക്കണമെന്ന് ചില ആചാര്യന്മാർ പറയുന്നു. 5-ാം ഭാവം സന്താനം, പ്രണയം, നമ്മുടെ ഉപബോധ മനസ്സ്, സർഗാത്മക ശക്തി, പ്രജ്ഞ, മേധ, വിവേക ശക്തികൾ, ഇതെല്ലാം 5-ാം ഭാവമാണ്. വിസ്ഡം അല്ലേ, ദൈവാധീനമല്ലേ, സന്താനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നതല്ലേ. വാസ്തവത്തിൽ ലൈംഗികതയിലെ വാക്യപത്രമാണ് സന്താനം എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 7-ാം ഭാവം കൊണ്ടല്ല ലൈംഗികത ചിന്തിക്കുന്നത്, 5-ാം ഭാവമാണ് സന്താനം. അപ്പോൾ അവിടെ മനസ്സിൻ്റെ സ്ഥാനമാണ്, മനസ്സിൻ്റെ, അത് ഈശ്വരാനുഗ്രഹമാണ്, പൂർവജന്മ സുഹൃതവും കൂടിയാണ് 5-ാം ഭാവം. അപ്പോൾ 5-ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. അപ്പം വ്യാഴം അനുഗ്രഹിക്കുമ്പം ആണെങ്കിൽ ആ സന്താന ഗുണങ്ങളും, നല്ല പ്രണയം, മനസ്സിന് സന്തോഷം നൽകുന്ന ദൈവാധീനമുള്ള പ്രണയങ്ങൾ, ശാരീരിക ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ള പ്രണയങ്ങൾ, ഉപാസന, മന്ത്രജപം, ഇതെല്ലാം 5-ാം ഭാവമാണ്. മന്ത്രത്തിൻ്റെ സാധന, പൊതുവെ ഒരു സാന്നിധ്യഭാവം എന്ന് പറയാം അതിന്. ദേവവിഷയമൊക്കെയാണ് ചിന്തിക്കുന്നത്, ദേവതയുടെ ഒരു സാന്നിധ്യഭാവം. അപ്പോൾ ആ ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ് കേട്ടോ. അടുത്ത 6-ാം ഭാവം. 6-ാം ഭാവം കടവും ശത്രുവാണ്. നമ്മുടെ ദുരിതം, കഷ്ടപ്പാട്, നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ചെറിയ ജോലികൾ, ഇതെല്ലാം കഷ്ടപ്പാടെന്ന് പറയുമ്പോൾ ആ ഭാവത്തിൻ്റെ കാരകനായിട്ട് ശനിയെയും, കടം, ശത്രു എന്ന് പറയുമ്പോൾ കാരകനായിട്ട് ചൊവ്വയും കാണാം. പ്രത്യേകിച്ച് ശത്രു, എനിമി, രക്തം ചീന്തുന്ന അവസ്ഥ, നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന അവസ്ഥ, ദേഷ്യം, രക്തം ചെയ്ത യുദ്ധമല്ലേ ശത്രുക്കളുമായിട്ട് വരുന്നത്, രോഗം. അപ്പോൾ ഇതൊക്കെ ചൊവ്വയും ശനിയുമാണ്. അതുകൊണ്ട് 6-ാം ഭാവത്തിന് അകത്ത് ഈ ചൊവ്വയുടെയും ശനിയുടെയും ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് 6-ാം ഭാവത്തിനുണ്ട് എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചേക്കുക. 7-ാം ഭാവം. 7-ാം ഭാവം പാർട്ട്ണറാണ്. സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ, അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആൾ, വിവാഹമാണ്, പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ അവിടെ അതിൻ്റെ കാരകൻ ലൈംഗികത, ശാരീരിക ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അതിൻ്റെയൊക്കെ കാരകൻ ശുക്രനാണ്. 7-ാം ഭാവത്തിൻ്റെ കാരകൻ ശുക്രനാണ്, വിവാഹത്തിൻ്റെ കാരകൻ ശുക്രനാണ്. അപ്പോൾ ശുക്രൻ, ആ ബലം കുറഞ്ഞ ഒരാൾക്ക് ഈ ഭാവത്തിനൊരു ക്ഷതത്തിനുള്ള സാധ്യതയുണ്ട്. ഒരു ഗ്രഹം പിഴച്ചു പോകുമ്പം, അല്ലെങ്കിൽ ബലം കുറഞ്ഞു പോകുമ്പം, അതിൻ്റെ കാരകത്വമുള്ള ഭാവങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അത് ഓർത്തോണം കേട്ടോ. അടുത്ത 8-ാം ഭാവം. 8-ാം ഭാവം ഒന്നും ചിന്തിക്കേണ്ട, ആയുസാണ്. നമുക്ക് ശനിയാണല്ലോ ഏറ്റവും സ്ലോ മൂവിങ് പ്ലാനറ്റ്. ആയുർകാരകൻ ശനിയാണ്. ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. വിപരീതോ ശനിസ്മൃതം എന്ന് പറയും. എല്ലാ ഗ്രഹങ്ങളും, കാരകഗ്രഹങ്ങൾ ഭാവത്തിൽ നിൽക്കുമ്പം ജീവവിഷയങ്ങൾക്ക് ചില ഹാനി വരുന്നുണ്ട്. അതായത് മാരകബന്ധമൊക്കെ വന്നാൽ, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ മാരകൻ്റെ എന്തെങ്കിലും ഒരു ബന്ധം ആ ചന്ദ്രൻ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കേടുണ്ടാവും എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ശുക്രൻ 7-ൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ വരാം എന്ന് പറയാം. അല്ലെങ്കിൽ ശുക്രൻ 7-ൽ നിൽക്കുന്ന ഒരാൾക്ക് ശുക്രൻ 7-ൽ നിൽക്കുന്ന അതേ ജാതകം തന്നെ കിട്ടിയാൽ കുഴപ്പമില്ല. അങ്ങനെ കിട്ടിയിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 7-ാം ഭാവാധിപന് നല്ല ബലമായിരിക്കും. ഇവിടെ നമ്മൾ അഷ്ടമത്തിൽ ശനി നിന്നാൽ നല്ലതാണ്, ആയുസ്സിന് നല്ലതാണ്, ബാക്കിയുള്ള കാര്യത്തിനില്ല, ആയുസ്സിന് നല്ല ദീർഘായുസ് ഉണ്ടാവും. ശനി അഷ്ടമത്തിൽ നിൽക്കുന്നതും മറ്റു മാരകബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതും ഒക്കെ ആയുസ്സിന് നല്ലതാണ്. അഷ്ടമത്തിൻ്റെ കാരകൻ ശനിയാണ് കേട്ടോ. ഇനി അടുത്തത് 9-ാം ഭാവമാണ്. ഒന്നും നോക്കാനില്ല, വ്യാഴമാണ്. ഭാഗ്യം, ഗുരു, ദൈവാധീനം, എല്ലാത്തിൻ്റെയും ഇതാണ്, തീർത്ഥാടനം, ഇതിൻ്റെയൊക്കെ ഭാവമാണ്. അവിടെ വ്യാഴമാണ് കാരകൻ. പക്ഷേ 9-ാം ഭാവം കൊണ്ട് അച്ഛനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 9ൻ്റെ കാരകത്വം രവിക്കും കൂടെ പോകും. അത് അച്ഛനെ ചിന്തിക്കുമ്പോൾ മാത്രമേ രവിയെ എടുക്കാവൂ. അതല്ലാതെ 9-ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴമാണ്. പൊതുവെ 9-ാം ഭാവത്തിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം അനുഗ്രഹിച്ച് വരുന്നതുമാണ്. ഗുരു വന്നു ചേരുന്നതാണ്, നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ വന്നു ചേരുന്നതാണ്, കോമൺ സെൻസ് വന്നു ചേരുന്നതാണ്, നമ്മുടെ ഒരുപാട് കഴിവുകൾ വന്നു ചേരുന്നതാണ്,
നമുക്ക് കിട്ടുന്ന ഉപാസന മാർഗങ്ങൾ വന്നു ചേരുന്നതാണ്. പരദേവത, അച്ഛൻ്റെ പരദേവത വന്നു ചേരുന്നതാണ്. ഇതൊക്കെ 9 കൊണ്ടാണ്. ധർമ്മമാണ്, പുണ്യമാണ്, പുണ്യഭാവമാണ്, ഭാഗ്യഭാവമാണ്. 9ൻ്റെ കാരകൻ വ്യാഴമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരുപാട് ക്യാരക്ടറുകൾ ഈ ഭാവത്തിൽ ഉണ്ട്. മനസ്സിലായല്ലോ? ഇനിയും പ്രധാനപ്പെട്ട ഭാവം 10ാം ഭാവം. നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വിളിക്കുന്നവർ നല്ലൊരു ശതമാനം ആൾക്കാരും ജോലിയുടെ കാര്യമായിട്ടായിരിക്കും വിളിക്കുന്നത്. അന്നവിചാരം മുന്ന വിചാരം എന്നല്ല, അന്നമാണ് പ്രധാനം. അത് കഴിഞ്ഞാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്നത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ജോലിയാണെന്ന് സ്പെസിഫിക്കായിട്ട് പറയാൻ ഭയങ്കര പാടാണ്. കാരണം ഇത്രത്തോളം സ്ട്രീമുകൾ. ഇപ്പം മെഡിസിനാണെന്ന് പറഞ്ഞാൽ മെഡിസിനകത്ത് തന്നെ എന്തുമാത്രം ഉണ്ട് സ്ട്രീംസ്. അപ്പോൾ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എന്തുമാത്രമുണ്ട്. പുതിയ ഒരുപാട് കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം ഞാനൊക്കെ എഞ്ചിനീയറിങ്ങിന് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിലാണെങ്കിൽ ഒരു 10-15 സ്ട്രീമുകളാണ് ഉള്ളത്. ഇപ്പോൾ എയറോനോട്ടിക്കൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ, മറൈൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് IT, അതായത് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 10-15 അല്ലെങ്കിൽ 20 സ്ട്രീമുകളായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് സ്ട്രീമുകളാണ് എൻജിനീയറിങ്ങിൻ്റെ ഒരു മേഖലയിൽ തന്നെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ ഒരുപാട് മെനക്കെടണം, ഒരുപാട് പഠിക്കണം. ഈ ഓരോ കാര്യങ്ങളെയും ഓരോ കാരകത്വങ്ങളെയും വെച്ചിട്ട് നമ്മളതിന് പഠനം നടത്തുകയും ചെയ്യണം. എന്നാലും അതിൻ്റെ ഒരു കാരകന്മാരെ കുറിച്ച് പറയാം. 10ാം ഭാവത്തിന് രവി ഒരു കാരകനാണ്, ബുധൻ ഒരു കാരകനാണ്, ശനി ഒരു കാരകനാണ്, ഗുരുവും ഒരു കാരകനാണ്. അതായത് പ്രശസ്തി, നമുക്ക് മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യുന്നത്, ഇതൊക്കെ 10ാം ഭാവം. അവിടെ ഗുരു കാരകനാവും. ശനിയുടെ കാരകത്വത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ ശനി കാരകനാവും. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അത് രവി കാരകനാവും. കമ്മ്യൂണിക്കേഷൻ, ഡെയിലി കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കാര്യങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്ക് അത് ബുധനാവും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് 10ാം ഭാവം. അത് നിങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, ലെങ്ത് വല്ലാണ്ട് കൂടും. 10ാം ഭാവവും ഈ 4 കാരകന്മാരുടെയും കോമ്പിനേഷനെയും കുറിച്ച് ആ ഭാവത്തിൽ അത് കൊടുത്തിരിക്കുന്നതും കൂടെ, ഭാവത്തിൻ്റെ കാരകത്വം പറഞ്ഞിരിക്കുന്നതും ഈ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന കാരകത്വവും കൂടെ നമ്മൾ ഒരുമിച്ചെടുത്ത് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്താവും. അത് പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും നമുക്കൊരു സെഷനിൽ ഞാനത് പറഞ്ഞുതരാം. അടുത്തത് 11ാം ഭാവമാണ്. സർവലാഭ ഭാവമാണ്. സർവലാഭ ഭാവമാകുമ്പോൾ ആലോചിക്കാമല്ലോ, പ്രകൃതി അനുഗ്രഹിച്ച് തരുന്നതാണ്, ദൈവാധീനമാണ്, അൺപ്രഡിക്റ്റബിളാണ്, ഒന്നും നോക്കാനില്ല, ഗുരു വ്യാഴമാണ്. കേട്ടോ? അടുത്ത 12ാം ഭാവം. 12ാം ഭാവം ശയനഭാവമാണ്, വ്യയമാണ്, നഷ്ടങ്ങളുടെ ഭാവമാണ്. ജീവിതത്തിൻ്റെ ആയുസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ജനിക്കുന്ന അന്ന് മുതൽ മരണത്തിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. അപ്പം ഉറങ്ങിത്തീരുന്ന സമയങ്ങൾ സർവ്വതും നമുക്ക് നഷ്ടങ്ങൾ വരുന്നതല്ല. ഈ 12ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻഷിപ്പുകൾ പോലും, ശയനസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻഷിപ്പുകൾ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾക്കാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ എന്തിൻ്റെയും ഒരു നഷ്ടഭാവമാണ് 12. അതോടൊപ്പം തന്നെ 12ാം ഭാവത്തിന് ഒരു വലിയ ക്വാളിറ്റി ഉണ്ട്, അത് മോക്ഷമാണ്. സർവ്വതും ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള സർവ്വതും പൂർത്തീകരിച്ച് കഴിയുമ്പോഴുണ്ടാവുന്ന പൂർണ്ണതയാണ് മോക്ഷം. അത് അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സാധന കൊണ്ട് മാത്രമല്ല, ഇത് അനുഭൂയതേ പ്രമാണം. അനുഭവങ്ങളുടെ ആകത്തുകയായിട്ട് ഞാൻ ഈശ്വരനാണ്, അല്ലെങ്കിൽ ഞാൻ ഈശ്വരാംശമാണെന്നുള്ള തിരിച്ചറിവാണ്. അപ്പം ഭൗതികപരമായിട്ട് നോക്കുമ്പം ഒരുപാട് നഷ്ടങ്ങൾ പറയുമെങ്കിലും അതിന് വേറൊരു വശമുണ്ട്. മോക്ഷം എന്ന് പറയുന്ന കാര്യം, അത് ഭൗതികവും ആധ്യാത്മികവുമായിട്ട് അതിനൊരു കണക്ഷനില്ല, അതിന് മുകളിലുള്ള ഒരു പൂർണ്ണാവസ്ഥയാണ്. ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ മോക്ഷം, മോഹങ്ങളെല്ലാം ക്ഷയിച്ച അവസ്ഥ. നമ്മളെ കൺസൾട്ട് ചെയ്യുന്നതൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ചലനങ്ങൾ ആഗ്രഹങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആർക്കാ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത, ആർക്കാ സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത, എല്ലാവർക്കും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നഷ്ടസ്ഥാനമാണ് 12ാം ഭാവം. 12ാം ഭാവം കൊണ്ടുവരുന്ന ശയനസുഖങ്ങളും നഷ്ടമാണ്. അതുകൊണ്ട് 12ാം ഭാവം ഭാവാധിപനും ശുക്രനും ഒക്കെ ആയിട്ട് ബന്ധം വരുന്ന റിലേഷൻഷിപ്പുകൾ പ്യുവറായിട്ട് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതും കൂടി
ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ 12 ഭാവങ്ങളുടെ കാരകന്മാരെ ഒന്നുകൂടെ പറയാൻ: ലഗ്നത്തിന് രവി, 2ാം ഭാവത്തിന് വ്യാഴം, 3ാം ഭാവത്തിന് കുജൻ, 4ാം ഭാവത്തിന് ചന്ദ്രബുധൻ, 5ാം ഭാവത്തിന് വ്യാഴം, 6ാം ഭാവത്തിന് കുജൻ ശനി, 7ാം ഭാവത്തിന് ശുക്രൻ, 8ാം ഭാവത്തിന് ശനി, 9ാം ഭാവത്തിന് അച്ഛനെ ചിന്തിക്കുമ്പോൾ രവിയെ നോക്കണം, പൊതുവെ വ്യാഴമാണ്, വ്യാഴവും രവിയുമാണ്. 10ാം ഭാവത്തിന് 4 കാരകന്മാരാണ്: രവി, ബുധൻ, ശനി, ഗുരു. പല ഗ്രന്ഥങ്ങളിൽ 2 പേരെ പറയുന്നുള്ളൂ. പക്ഷേ പൊതുവെ ആചാര്യന്മാരുടെ ഗ്രന്ഥം ഒന്ന് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 പേരെയും എടുക്കേണ്ടി വരും: രവി, ബുധൻ, ശനി, ഗുരു. 11ാം ഭാവത്തിന് ഒന്നും നോക്കാനില്ല, ഗുരുവാണ്. 12ാം ഭാവത്തിൻ്റെത് ശനിയുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പരിഹാരങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ചോദ്യം വളരെ റെലവൻ്റ് ആയതുകൊണ്ടാണ് എടുത്തത്. 1-2 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും പരിഹാരത്തിലേക്ക് പോവാം. നമസ്കാരം.